സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ വീടുകളുടെയും സ്കൂളുകളുടെയും മേൽക്കൂരകൾ തകരുകയും മരങ്ങൾ കടപുഴകി വീണ് വാഹനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. മൂവാറ്റുപുഴയിൽ സർവീസ് സെന്റർ തകർന്ന് നിരവധി കാറുകൾ നശിച്ചപ്പോൾ മലപ്പുറം പാണ്ടിക്കാട് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണതും വലിയ ആശങ്കയുണ്ടാക്കി. കാസർഗോഡ് പടുപ്പിൽ ശക്തമായ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. തട്ടുമ്മൽ സ്വദേശി ഗോപാലന്റെ വീടിനുള്ളിലെ മുഴുവൻ ഇലക്ട്രിക് വയറിങ്ങും പൂർണ്ണമായും കത്തി നശിച്ചു. മണിയംപാറയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. നിരവധി വൈദ്യുതി തൂണുകളും തകർന്നു. ഗോകുൽനാഥും മുബഷപ്പി അക്ബറും നിതിൻ സേവ്യരും ചേരുന്നുണ്ട്. ഗോകുൽനാഥ്, തെക്കൻ കേരളത്തിലും മഴയുടെ ലാഞ്ചനയുണ്ടായി. ഇന്ന് മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ തെക്കൻ കേരളത്തിലും? ഇനി വരുന്ന ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് തന്നെയല്ലേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്? അരുൺകുമാർ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചതാണ് കനത്ത മഴ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം തുടരുമെന്നുള്ളത്. എന്തായാലും തിരുവനന്തപുരത്തും അതേപോലെ തന്നെ നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖം തീരത്താണ്. ഇവിടെ രണ്ടാൾ പൊക്കത്തിലൊക്കെയാണ് ഇപ്പോൾ തിരമാലകൾ വന്നടിച്ചു പോകുന്ന ഒരു സാഹചര്യമുള്ളത്. അത് മാത്രമല്ല, തിരുവനന്തപുരം വർക്കല പാപനാശം ബീച്ചിൽ വലിയ തിരമാലകൾ പലപ്പോഴും വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ശക്തമായ തിരമാലയാണ് പലയിടങ്ങളിലും അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കടക്കം ചില നിർദ്ദേശങ്ങൾ കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക. വിനോദസഞ്ചാരികൾ, പ്രത്യേകിച്ച് വർക്കല തീരമൊക്കെ വിനോദസഞ്ചാരികളെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യമുള്ള ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് എത്രത്തോളം തന്നെ ബുദ്ധിമുട്ട് നിലവിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ ഇടങ്ങളിലൊക്കെ ഉള്ളവർ സൂക്ഷിക്കുക, ഇറങ്ങാതെ ഇരിക്കുക അടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് മാത്രമല്ല, നെയ്യാർ ഡാം, മരക്കുന്നത്തടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ മരം വീണുണ്ടാകുന്ന അപകടങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ താമസിക്കുന്നിടത്തൊക്കെ പലപ്പോഴും മരം വീണ അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുള്ള കാര്യം കൂടി മുൻപ് തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതുപോലെ തന്നെ വിവിധ വകുപ്പുകൾ കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ കാര്യമായ പ്രതിസന്ധികൾ ആയിട്ടില്ല എങ്കിലും പലയിടങ്ങളിലും വീടിന്റെ മേൽക്കൂരകളടക്കം പറന്നു പോവുകയും അതേപോലെ തന്നെ കൃഷിനാശമടക്കം പലയിടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കാണേണ്ട ഒന്ന് ഇപ്പോൾ ഈ തിരമാലകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ കടൽക്ഷോഭമാണ്. പലയിടങ്ങളിലും വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശത്ത് ഇത്തരത്തിൽ അതിശക്തമായ തിരയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ തീരത്ത് നമുക്ക് കാണാം, ഇപ്പോൾ ഈ പുലിമുട്ടുകൾ പോലും ഭേദിച്ചുകൊണ്ടാണ് ഈ റോഡിലേക്ക് അത്രത്തോളം ശക്തമായി തന്നെ തിരമാലകൾ അടിച്ചു ഉയരുന്നത്. ഈ വലിയ രീതിയിൽ തന്നെ തിര ഉയരുന്ന ഒരു സാഹചര്യം കൂടി പലയിടത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നവരും വിനോദസഞ്ചാരികളും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അല്ലെങ്കിൽ അത്രത്തോളം തന്നെ ജാഗ്രതയിലായിരിക്കണം എന്നുള്ള കാര്യം കൂടി നിലവിൽ അറിയിക്കുന്നുണ്ട്. നെയ്യാർ ഡാം പരിസരത്തും ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ പലയിടത്തും ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മരക്കുന്നത്താണ് മഴയ്ക്കൊപ്പം ഉണ്ടായ കനത്ത കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പലയിടങ്ങളിലും ആളപായം ഉണ്ടായിട്ടില്ല എങ്കിലും ലക്ഷങ്ങളുടെ നാശനഷ്ടം, കൃഷിനഷ്ടവുമുണ്ട്, അതുപോലെ തന്നെ മറ്റു നാശനഷ്ടങ്ങളും നിലവിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. സംസ്ഥാനത്താകമാനം ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്തും അതിന്റെ അലയൊലികൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. തീരത്തെത്തുന്നവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതേപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും മുൻപ് തന്നെ പുറപ്പെടുവിച്ചിരുന്നതാണ്. പക്ഷേ ഈ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് പലരും ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി പലയിടങ്ങളിലും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും കൂടുതൽ സുരക്ഷാ സജ്ജീകരണങ്ങളൊക്കെ നിലവിൽ ഈ നഗര ഭരണകൂടം കൂടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. എന്തായാലും തീരദേശത്തേക്ക് ഇറങ്ങുന്നവർ കൂടുതൽ ജാഗ്രതയിൽ ആയിരിക്കുക എന്നുള്ളതാണ് തിരുവനന്തപുരത്ത്.